ക്ലാസ് ടീച്ചർ ഒരു ദിവസം ഇത് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഒട്ടിച്ചിട്ട് തോമസ് അൽവാ എഡിസന്റെ കയ്യിൽ കൊടുക്കുക. സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ, അമ്മേ, നിങ്ങൾക്ക് തരാൻ ക്ലാസ് ടീച്ചർ ഒരു കത്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അമ്മയുടെ മനസ്സിൽ ഒരുപാട് ആകുലതകൾ മുളപൊട്ടുകയാണ്. കാരണം അമ്മക്കറിയാം എൻ്റെ മകൻ അത്ര മിടുക്കനൊന്നുമല്ല. എന്താണ് ആ കത്തിൽ പ്രധാന അധ്യാപകൻ എഴുതിയത്, ക്ലാസ് ടീച്ചർ എഴുതിയത് എന്ന് അമ്മയ്ക്കും വളരെ ആകാംക്ഷയുണ്ടായി. അമ്മ ഈ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഒരു നിമിഷം നോക്കിയപ്പോൾ ഈ കത്തിൽ എഴുതിയ കാര്യം കണ്ട് അമ്മയുടെ മുഖം വളരെയധികം ഒരു വിഷമത്തിൽ നിന്നായപ്പം തോമസ് ആൽവാ എഡിസൺ അമ്മയുടെ മുഖം മാറുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് അമ്മേ ഈ കത്തിലുള്ളത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നിന്നെപ്പറ്റി വളരെ ഉഷാറായിട്ടാണ് ഇതിൽ ഉള്ളത്. നീ ഒരു പ്രതിഭയുള്ള കുട്ടിയാണ്. നിന്നെ പോലെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ സ്ഥാപനത്തിൽ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഉയർന്ന നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങളെ മകനെ പഠിപ്പിക്കണം എന്നാണ് ഈ കത്തിൽ എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ സാഹചര്യത്തെ, വേദനയുടെ സാഹചര്യത്തെ ഒരു സന്തോഷത്തിന്റെ സാഹചര്യത്തിലേക്ക് കുട്ടിയുടെ മനസ്സിലേക്ക് ഈ ഒരു ലെറ്ററിനെ മാറ്റി ഇടുകയാണ്. യഥാർത്ഥത്തിൽ ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ മകൻ പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ സ്കൂളിൽ കുട്ടിയെ പറഞ്ഞേക്കണ്ട, നിങ്ങളത് വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി എന്നാണ് യഥാർത്ഥത്തിൽ ആ കത്തിലുണ്ടായിരുന്നത്. അമ്മ മകനെ മാറോണക്കുകയും ഇനി മുതൽ ഞാൻ നിന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടിയും കരുതലോടു കൂടിയും ഈ അമ്മ മകനെ വളർത്തുകയും ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനായിട്ട് മാറി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ എലമെന്ററി വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു അൽവാ എഡിസൺ. എല്ലാവരും ഉയർന്ന കോളേജുകളിലും മറ്റും പഠിച്ചപ്പോൾ തോമസ് അൽവാ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം 1000 പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട വ്യക്തിയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. 1000 പരീക്ഷണങ്ങൾ, ഒന്നല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 1000 പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. എന്തിന്റെ കേസിൽ? ബൾബ് കണ്ടുപിടുത്തത്തിന്റെ കേസിൽ. നമ്മൾ ഒരു പ്രോബ്ലം ഒരിക്കൽ ചെയ്തു, അല്ലെ 2 പ്രാവശ്യം ചെയ്തു, നമുക്ക് ആൻസർ കിട്ടില്ല, നമ്മൾ ഡൗൺ ആയി, നമുക്ക് ഫീലിംഗ് ആയി. ജീവിതത്തിലുള്ള പരാജയം നമ്മളെ വല്ലാതെ അപകർഷതാബോധം നമുക്ക് ഉണ്ടാക്കും. എന്നാൽ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെയും എന്താക്കി, അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി. അങ്ങനെ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, നിങ്ങൾ നോക്കൂ, ബാറ്ററി, ബൾബ് എന്നിങ്ങനെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി വളരെ പ്രശസ്തനായി തീർന്ന തോമസ് അൽവാ എഡിസന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, 5 ഗുണപാഠങ്ങൾ, there are 5 lessons നമ്മൾ തോമസ് ആൽവാ എഡിസന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. പോയിന്റ് നമ്പർ 1, perseverance. What do you mean by perseverance? Perseverance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് പിന്നാലെ എല്ലാ സമയങ്ങളിലും വളരെ സീരിയസ് ആയിട്ട് ആ പ്രവർത്തനം വിജയിപ്പിക്കാൻ വേണ്ട ത്യാഗ പരിശ്രമത്തെയാണ് നമ്മൾ പെർസീവറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരു എക്സാം ഉണ്ടെങ്കിൽ, നിങ്ങൾ ധാരാളം പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് നിങ്ങൾ എഴുതാം, സയൻസ് ഒളിമ്പ്യാഡ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ വരുന്ന ഒരുപാട് ഈ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഡിസന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം പെർസീവറൻസ് ആണ്. ദ സെക്കൻഡ് തിങ്, ക്യൂരിയോസിറ്റി. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, കാര്യങ്ങളെ ക്യൂരിയസ് ആയിട്ട് എടുക്കണം. വളരെ താല്പര്യത്തോടു കൂടി ആ വിഷയത്തെ നല്ല പോസിറ്റീവായി കണ്ടുകൊണ്ട് ഒരു സ്ഥിര ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുക. ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
The third thing, resilience. What do you mean by resilience? ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, പരിഹാസങ്ങൾ ഉണ്ടാവും. There are so many hazards. ഇതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വിജയിക്കാൻ ആവശ്യമായ നിശ്ചയദാർഢ്യം, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം ഡിസിപ്ലിനാണ്. വാട്ട് യു മീൻ ബൈ ഡിസിപ്ലിൻ? ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും വേണ്ടത്, ആദ്യമായിട്ട് വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ. ഞാനൊരു സയൻസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവണം. അതിന് നമ്മൾ ഒരു നിശ്ചിത സമയം പഠനം, ഒരു നിശ്ചിത സമയം നമ്മൾ കളിക്കുക, അങ്ങനെ ഓരോന്നിനും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. ഇത് എല്ലാവരുടെയും ജീവിത വിജയത്തിന് ആവശ്യമാണ്. ഇത് വളരെയധികം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു തോമസ് അൽവ എഡിസൺ. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് ക്രിയേറ്റിവിറ്റി. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ മാത്തമാറ്റീഷ്യൻസിന്റെയും സയന്റിസ്റ്റുകളുടെയും അവരുടെ വിജയത്തിന്റെ പ്രധാന രഹസ്യം എന്ന് പറഞ്ഞതിൽ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റീവായി ചിന്തിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണാം. സർ ഐസക് ന്യൂട്ടൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വളരെ പ്രശസ്തനായ മാത്തമാറ്റീഷ്യനാണ്, സയന്റിസ്റ്റാണ്. അദ്ദേഹം ആപ്പിൾ മുകളിൽ നിന്ന് താഴോട്ട് വീണപ്പോൾ ചിന്തിച്ചു, ക്രിയേറ്റീവായി ചിന്തിച്ചതുകൊണ്ടാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന മഹത്തായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളും അതേപോലെ ആയിരിക്കണം. ഒരു സംഗതി കിട്ടുമ്പോൾ അതിന്റെ വരികൾക്കപ്പുറം വായിക്കാനുള്ള കഴിവ്, അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിനപ്പുറം വായിക്കാനുള്ള കഴിവ്, ക്രിയേറ്റീവ് തിങ്കിങ്. ഇതിലൂടെ ഒരുപാട് മാത്തമാറ്റീഷ്യൻസ്, ഒരുപാട് സയന്റിസ്റ്റുകൾ ലോകം കീഴടക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും പല റിസൾട്ടുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ 5 ഗുണങ്ങൾ, ദീസ് 5 ക്വാളിറ്റീസ് നിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. താങ്ക് യു.